ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ കവർച്ച നടത്തിയ പ്രതിക്കായി സംസ്ഥാനത്തെമ്പാടും വലവിരിച്ചു പോലീസ്. ഇന്നലെ അങ്കമാലിയിലെത്തിയ പ്രതി തൃശൂർ ഭാഗത്തേക്ക് തിരിച്ച് യാത്ര ചെയ്തതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതോടെ വടക്കൻ ജില്ലകളിൽ അന്വേഷണം കേന്ദ്രീകരിച്ചു. ഇതിനിടെ അന്വേഷണ സംഘം യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി. പോലീസിനെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും മോഷ്ടാവ് ശ്രമിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രതി ഇന്നലെ അങ്കമാലിയിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. തുടർന്ന് പെരുമ്പാവൂർ, എറണാകുളം ഭാഗത്ത് പരിശോധന ശക്തമാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് മോഷ്ടാവ് തൃശൂർ ഭാഗത്തേക്ക് മടങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അങ്കമാലിയിലെത്തിയ ശേഷം പ്രതി തിരികെ തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ വാഹന പരിശോധന അടക്കം പുരോഗമിക്കുകയാണ്. പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ മോഷ്ടിച്ചതാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. എന്നാൽ സ്കൂട്ടർ മോഷണം പോയതായി പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടുമില്ല. എങ്കിലും സമാന നിറത്തിലുള്ള സ്കൂട്ടർ രജിസ്റ്റർ ചെയ്തതിൻ്റെ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ CCTV ദൃശ്യങ്ങളിൽ തെളിയാത്തതും വാഹനവും വാഹന ഉടമയെയും തിരിച്ചറിയാൻ തടസ്സമായി. ഇതിനിടെ അന്വേഷണ സംഘം ചാലക്കുടി DYSP ഓഫീസിൽ യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി. ബാങ്കിനെക്കുറിച്ചും പ്രദേശത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളയാളാണ് പ്രതി എന്നാണ് പോലീസിൻ്റെ നിഗമനം. മോഷ്ടാവ് സംസ്ഥാനം വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തൃശൂർ.